അല്ലെങ്കിൽ വഴിയിൽ നിന്ന് പിറക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ശരിയണ്ണ. തവന്മാരെ മൂന്നിനെയും കണ്ടില്ലല്ലോ, പോണ്ടേ? ആ അത് പറയാൻ വിട്ടുപോയി. ജിമ്മി അവന്റെ അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് പ്രോഗ്രാം സ്ഥലത്ത് എത്തിക്കൊള്ളാന്നാ പറഞ്ഞത്. ഇവന് ഈ ആലുവയിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു അങ്കിളിന്റെ വീട്ടിൽ പോക്ക്. അങ്ങോട്ട് പോകുമ്പോഴും ആലുവ, ഇങ്ങോട്ട് വരുമ്പോഴും ആലുവ. അന്ന് മുങ്ങിയ പോലെ ആവുമോ അവനൊന്നും? നിന്റെ കരുനാക്കുണ്ടാവരുന്നു. എവിടെയായിരുന്നു? ഇനി ട്രൂപ്പിലേക്ക് വേറെ ആള് നോക്കിയോ. ഇവന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. കൺഗ്രാചുലേഷൻസ്. മലയാള സിനിമയുടെ കഷ്ടകാലം ആരംഭിച്ചളിയാ. കണ്ട ആപ്പ പടമൊന്നുമല്ല, അവാർഡ് പടവാ. അവാർഡ് പടമായതുകൊണ്ട് നീ പിന്നെ വായ തുറക്കേണ്ടി വരില്ല. അത് ഭാഗ്യം. ഞാൻ ഇതുവരെ നിങ്ങളടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിക്കും ഒരു പടം കിട്ടി. ആരുടെ പടം? IV ശശിയുടെ. ശശി സാറിന് പടോ? എങ്ങനെ ഒത്തടാ? ഞാനിന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലിപ്പുള്ളി വിറ്റുകളും അടിക്കും. ഹലോ, ഇനി വന്നേ. അച്ഛനുണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചുപോയി. അയ്യോ, ഞാൻ അറിയില്ലല്ലോ. എല്ലാരും നേരിട്ട് അറിയിക്കാൻ പറ്റിയില്ല, പത്രത്തിൽ കൊടുത്തിരുന്നു. നിങ്ങൾ എന്തിനാ കരയുന്നത്? ഫാദർ തറക്കണ്ട മരിച്ചു എന്ന് അറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ കണ്ടതാ. ഫാദർ തറക്കണ്ടം മരിച്ചിട്ടില്ല, എന്റെ അച്ഛനാ മരിച്ചത്. അച്ഛനെ കാണേണ്ട കാര്യം എന്താ? നിങ്ങളുടെ മിമിസ് പരേഡ് ബുക്ക് ചെയ്യാമെന്നാ. ആ ബാഗിങ് തന്നെ. ചേട്ടാ ഒരു മിനിറ്റ്. എന്നാ പ്രോഗ്രാം? അടുത്ത 5-ാം തീയതി കടുത്തുരുത്തിയില്ല. അപ്പോഴേ ഇവിടത്തെ റേറ്റ് 3000 രൂപയാ. ഒരു 2000 രൂപ ഞങ്ങൾക്ക് തന്നാ മതി. കലാദർശനയുടെ പേരിലല്ലാതെ ഞങ്ങൾ തന്നെ വന്ന് പ്രോഗ്രാം നടത്തി തരാം. പ്രോഗ്രാം ഇത് തന്നെ. വേണ്ട വേണ്ട, ഞങ്ങൾ വികാരിയച്ഛന്റെ കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ അച്ഛനെ കണ്ട് ബുക്ക് ചെയ്തോളാം. 1000 രൂപ ലാഭം ഉണ്ടായി കൊടുക്കാന്ന് വെച്ചപ്പോ യവന്മാരൊക്കെ വെറും കൊരങ്ങന്മാര് തന്നെ. അവന്മാരെ നോട്ട് ചെയ്ത് വെച്ചോ. ഈ പ്രോഗ്രാം നമുക്ക് കോളമാക്കി കൊടുക്കാം. എന്നിട്ട് വേണം ഓഡിയൻസ് നമ്മളെ എടുത്തിട്ട് ഇടിക്കാൻ. എടാ, ആ പോണവന്മാരെക്കാളും കുരങ്ങനാണല്ലോടാ.